ഹായ്. ഞാൻ ഒരു 8 വർഷം മുൻപുള്ള ഒരു കോമഡി സംഭവം പറഞ്ഞുതരാം. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം. ഒരു 8 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ചില ആഗ്രഹങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റില്ല, പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ചില ഓർമ്മകൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ എൻ്റെ ജീവിതത്തിലും രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു 8 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് കേട്ടോ. അപ്പം അന്ന് അമൃത ടി വിയിൽ സൂപ്പർ ഡാൻസ് ജൂനിയർ സീനിയർ അങ്ങനെ എന്തോ ഒരു സീസൺ ഉണ്ടായിരുന്നു. അതിൽ ഒരു ഷെഹ ഫൈസർ എന്നൊരു ആങ്കറിനെ എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം അതിൻ്റെ ആൾക്കാരൊക്കെ മറന്നിട്ടുണ്ടാവും. അന്നത് കണ്ട എല്ലാവർക്കും ഓർമ്മയാണ്. അപ്പോൾ പുള്ളിക്കാരെടുത്ത് എനിക്ക് ഭയങ്കര ക്രഷായിരുന്നു. ഞാൻ എന്നും മുടങ്ങാതെ പുള്ളിക്കാരെ ആങ്കറിങ് മാത്രം കാണും. മറ്റേ ഡാൻസൊന്നും കാണാറില്ല കേട്ടോ, മറ്റേ കുട്ടികളെ. ആങ്കറിങ് മാത്രമേ ഞാൻ മെയിനായിട്ട് കാണും. അന്ന് എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പർ ഷെഹ ഫൈസർ, ലാപ്പിൻ്റെ വാൾപേപ്പർ ഷെഹ ഫൈസർ, എവിടെ നോക്കിയാലും ഷെഹ ഫൈസർ. അങ്ങനെ ഒരു ഇതാണ് എന്ന് വെച്ചാൽ ഭയങ്കര ക്രഷ്, കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ചേട്ടൻ. പുള്ളിക്കാരെ നല്ല അമൃത സ്റ്റുഡിയോയിൽ പോകുന്ന കാര്യം, അങ്ങനെ ഈ ആർട്ട് വർക്കിലൊക്കെ, സീരിയലിൻ്റെ ആർട്ട് വർക്കൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരെ ഏതായാലും ഒരിക്കൽ അമൃത സ്റ്റുഡിയോയിലൊന്ന് പോകുന്നുണ്ട്, എൻ്റെ അടുത്ത് വരണമെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കത്തിയത്, പറയുമ്പോൾ ശരിയാണല്ലോ. എൻ്റെ ഓർമ്മ എന്താണെന്ന് അറിയാമോ, ഈ പ്രോഗ്രാം നടക്കുന്നില്ല, അത് അമൃത സ്റ്റുഡിയോയിലെന്നാണ് എൻ്റെ ഒരു ധാരണ. അന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ നടക്കുന്നത് അമൃത സ്റ്റുഡിയോയിലായിരിക്കും എന്ന്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വിചാരിച്ചു, എന്താ ശരിയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഷെഹ ഫൈസലിനെയും ഇതൊക്കെ കാണാമല്ലോ. അപ്പോൾ ഞാനും പിന്നെ കുറച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നേരെ അമൃത സ്റ്റുഡിയോയിൽ പോയി, തിരുവനന്തപുരത്തുള്ള വഴുതക്കാടാണെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് ഓർമ്മയില്ല, വഴുതക്കാടാണെന്നാണ് തോന്നുന്നത്, ഓർമ്മ ഉണ്ടെന്നില്ല. പോയി സ്റ്റുഡിയോയിൽ പോയി ഞാൻ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. ഞാൻ പുറത്ത് നിൽക്കുന്നത് അപ്പോൾ ഒരു ഓഫീസ് കണ്ട്. അപ്പം ഞാൻ അവിടെ നിന്നിട്ട്, കാരണം ഇതെവിടെ എങ്ങോട്ടാണ് പോകേണ്ടത്, ചേട്ടാ ഓൾറെഡി പോയി, ചേട്ടൻ്റെ ആവശ്യമായിട്ട് ചേട്ടാ സ്റ്റുഡിയോയിലോട്ട് കയറി അവരുടെ ഓഫീസിലോട്ട് പോയി. ഞാൻ ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ്. എനിക്ക് പിടിയില്ല, ഇത് എങ്ങോട്ട് പോകണം, എവിടെ പോകണം എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നു, ഒരു മാമൻ. ഞാൻ മാമനോട് ചോദിച്ചു, ഇവിടെ ഇത് മറ്റേ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ, അയ്യോ അത് ഇവിടെയില്ല, അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാമല്ലോ ചിത്രാഞ്ജലി സ്റ്റുഡിയോയൊക്കെ. അങ്ങനെ ഞാൻ അപ്പോൾ ആ ഒരു പോയൊരു അത്ര നേരം ഉണ്ടായിരുന്ന ഒരു ആ സന്തോഷം ആ ഒരു നിമിഷത്തിലങ്ങ് പെട്ടെന്നെല്ലാം അങ്ങ് സ്റ്റോപ്പായി. തിരിച്ച് ബൈക്കിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എന്തെങ്കിലും ആവശ്യമായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ്, ഇല്ല ഇപ്പം ആവശ്യമില്ല, വർക്കിനൊക്കെ സമയത്ത് പോകേണ്ടി വരും, അവിടെ അവർക്ക് ഷൂട്ടുണ്ട്, അപ്പോൾ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും കൂടെ വരട്ടോ ചോദിച്ചു. അപ്പോൾ അതെന്ത്? ഞാൻ പറഞ്ഞു, ഇല്ല വെറുതെ നിങ്ങൾ സീരിയലിൻ്റെ ഷൂട്ടൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി ഞാൻ പോകുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് വീട്ടിൽ വന്ന് ആ ഒരു സന്തോഷമൊക്കെ പോയി. മാക്സിമം അന്ന് രാത്രി മൊത്തം ഞാൻ ആലോചിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോകണം, ഷെഹ ഫൈസറിനെ കാണണം. അത്രയേ ഉള്ളൂ ആഗ്രഹം, പുള്ളിക്കാരി ഒന്ന് കാണണം. അങ്ങനെ ഞാൻ രാത്രി വീണ്ടും ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ അവിടെ വേറെ ഏതെങ്കിലും കമ്പനിക്കാരെങ്കിലും ഉണ്ടോ, പരിചയമുള്ള ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഉണ്ട്, കാര്യം പറയാതെ, എന്നാൽ എനിക്കിന്ന് അവിടെ പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞ്, അത് ഞാൻ പോകുമ്പോൾ നിന്നെ കൊണ്ടുപോകല്ലോ. ഞാൻ പറഞ്ഞില്ല, എനിക്കല്ലാതെ ഒന്ന് പോകണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ ശരി, നീ എന്നാൽ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടോട് ഞാൻ വിളിച്ച് പറയാം, ഇത് സീരിയൽ വർക്കാണ്, ആർട്ട് വർക്കിലാണുള്ളത്, അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാം, നീ അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ത്രില്ലായി. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഇവിടെ നിന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഞാൻ പോയി. അന്ന് എന്തോ പേരും നമ്പറൊക്കെ എഴുതി വയ്ക്കണം. അപ്പോൾ എൻ്റെ പേരും അന്ന് മൊബൈൽ നമ്പർ ആരെയെന്ന് അറിയത്തില്ല, മൊബൈൽ നമ്പറൊക്കെ എഴുതി. മൊബൈൽ നമ്പർ എഴുതി കയറി ഫ്രണ്ടിനെ കണ്ട് അവിടെ പോയിട്ട് ഇവിടെ കുറേ കാർഡ് പോലെയും ഓഫീസ് പോലെയൊക്കെ എന്തൊക്കെ സെറ്റൊക്കെ അങ്ങനെ ചെയ്തിട്ടിരിക്കുന്നു. അവിടെ ഏതോ സീരിയലിൻ്റെ ഷൂട്ട് കിടക്കണം, ഇവിടെ വേറെ ഏതോ സീരിയലിൻ്റെ ഷൂട്ട് കിടക്കണം, കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ പിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ അവിടെ കുറച്ച് നേരം ബോറടിച്ചേട്ടാ. ഈ ഷൂട്ട് കണ്ട് നമ്മൾ പുറമേ കാണുമ്പോൾ എന്തോ വലിയ സംഭവം എന്നൊക്കെ, പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ട് നിന്ന് നമുക്കിങ്ങനെ ബോറടിക്കും. എന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ട്, എൻ്റെ ലക്ഷ്യം ഇതല്ലല്ലോ, എൻ്റെ ലക്ഷ്യം സ്റ്റുഡിയോ കണ്ടുപിടിക്കുക, മറ്റേ ഡാൻസിൻ്റെ. ഞാൻ എന്നിട്ട് അവിടെ നിന്നിട്ട് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വഴിക്കൊക്കെ പോയി. ഇപ്പോൾ അവിടെ ഏതൊരു സീരിയൽ ഷൂട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നേരം വേറെ സീരിയൽ ഷൂട്ട്, അവിടെ ഞാൻ കുറച്ച് നേരം നോക്കിയിട്ടുന്ന സമയത്ത് നമ്മുടെ സാജൻ ചേട്ടല്ലേ ആക്ടർ, പുള്ളിക്കാരനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു കൂട്ടത്തിനിടയിൽ നിൽക്കുകയാണ്. അപ്പം പുള്ളിക്കാരെ
അപ്പോൾ ഇങ്ങനെ അവരെ ഷൂട്ട് കഴിഞ്ഞൊക്കെ ഇറങ്ങിയാണെന്ന് തോന്നുന്നത്, ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ സാജൻ ചേട്ടൻ എന്നോട് ചോദിച്ചു കഴിച്ചോ. ഞാൻ പറഞ്ഞു ആ. പുള്ളിക്കാരെ വിചാരിച്ച് ഞാൻ ഏതോ വർക്കിലൊക്കെ ഉള്ള ആളെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ പോയി. ഇങ്ങനെ അവിടെ വേറെ 2-3 ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ കമ്പനി അങ്ങനെ പോയി ഇങ്ങനെ വല്ലപ്പോഴൊക്കെ പോയി. ഫസ്റ്റ് ദിവസം പോയിട്ടൊന്നും കണ്ടില്ല കേട്ടോ, സ്റ്റുഡിയോ ഒന്നും കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയൊന്നുമില്ല. കാരണം ആരുടെ ചോദിക്കണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല അവിടെ പോയിട്ടൊക്കെ. അവരെല്ലാവരും ഓരോരുത്തർ ഓരോ തിരക്കായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്, പല ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത് സീരിയലിൻ്റെയൊക്കെ. അപ്പോൾ ചുമ്മാ ചാടിക്കയറുന്നില്ല പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. 1-2 ദിവസം കഴിഞ്ഞ് പിന്നെ അവിടെ വേറെ 2-3 കമ്പനിയൊക്കെ ആയി. അപ്പം ഇതെല്ലാം പറഞ്ഞ് ഇത് ഷൂട്ടിങ് അവിടുത്തെ ആ ഒരു ഫ്ലോറിലാണ് നടക്കുന്നത്, വലിയൊരു പോലെ ഉണ്ട്, അവിടെയാണ്, അതിനകത്താണ് നടക്കുന്നത്. ഇപ്പോൾ അവിടെ ഷൂട്ട് നടന്നുകൊണ്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് പിന്നെ ഫുൾ ടൈം അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. ഫസ്റ്റ് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് കാണാനൊന്നും പറ്റിയില്ല. ഞാൻ പോവും വരും അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും അവിടെ വെച്ച് പിന്നെ കുറച്ച് കമ്പനീസൊക്കെ ആയി കേട്ടോ, കുറച്ച് നല്ല കമ്പനീസൊക്കെ ആയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സീരിയലിൽ വേറൊരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു പുള്ളിക്കാരൻ സാറിലെ നല്ല കമ്പനിയാണ്. അപ്പോൾ ആ ചേട്ടൻ ഇതെല്ലാം ഒരു സീരിയൽ വർക്കിൻ്റെ കാര്യം ഇതെല്ലാം പറയുന്നുണ്ടായിരുന്നു. അവിടെ എനിക്കൊരു ഗ്രൂപ്പായി, അവിടെ വന്നത് എന്നെ അവിടെ കണ്ട് ഒരു ഗ്രൂപ്പായി. അങ്ങനെ നല്ല ടീംസൊക്കെ ആയി. അപ്പോൾ ഒരു സീരിയലിൻ്റെ വർക്ക് ഇതെല്ലാം ഒരു പുതിയൊരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ എന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അതിൽ ആ ചേട്ടൻ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ച് ഇതാവുമല്ലോ, കുറച്ച് പ്രാക്ടീസൊക്കെ ആവുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പിന്നെ സ്ക്രിപ്റ്റ് വർക്കിലൊക്കെ എനിക്കതിൽ ഇരിക്കാൻ പറ്റിയ സീരിയലിൽ അങ്ങനെ സ്ക്രിപ്റ്റ് വർക്കിലൊക്കെ ഇരുന്ന്. അപ്പോൾ അതിൽ 2-3 കുട്ടികളെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്നിട്ട് ഷേഖ് ഫൈസിനെ കാണാൻ പറ്റില്ല കേട്ടോ, അവിടെ ഇരുന്നിട്ട് പോലും ഷേഖ് ഫൈസിനെ കാണാൻ പറ്റില്ല. അപ്പം പിന്നെ അടുത്ത് ഒരു സ്ക്രിപ്റ്റ് വർക്കൊക്കെ വേറെ സ്ഥലത്ത് വെച്ച് വേറെ ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പേയാട് അവിടെ ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സ്ക്രിപ്റ്റ് വർക്കിലൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇവർ സീരിയൽ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ഒരു തിയേറ്റർ, പഴയ തിയേറ്റർ, അതിനകത്ത് സെറ്റൊക്കെ ഇട്ട് അവിടെ ഒരു ഏതോ സീരിയലിൻ്റെ സോമിയപ്പൻ അങ്ങനെ ഏതോ ഒരു സീരിയലാണ്, അതിനകത്ത് ഷൂട്ടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയൊക്കെ. അങ്ങനെ സ്ക്രിപ്റ്റ് വർക്കിലേക്ക് ഇരുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് ഇവർ പറയുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓരോ കുട്ടികളെ ക്യാരക്ടേഴ്സിൻ്റെ ഇതൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ നമ്മുടെ ഡയറക്ടറിനോട് ചോദിച്ചിട്ട് നമുക്ക് ഷേഖ് ഫൈസറിന് ഈ കാര്യം ഞാൻ അവിടെ ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിച്ച് ഇങ്ങനെ നല്ല കാണാൻ നല്ല ഭംഗിയാണ്, നമുക്ക് സീരിയൽ കൊണ്ടുവന്നാലോ എന്നൊക്കെ ചോദിച്ചാൽ ചേട്ടൻ പറഞ്ഞ് അവരൊക്കെ മറ്റേ ആങ്കറിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, വരുമോ, പിന്നെ ഇവരെ ഡയറക്ടറല്ലേ, അപ്പോൾ അവർക്ക് തന്നെ ആക്ടിങ് ചെയ്യുന്ന ആൾക്കാരെല്ലാം അവർക്ക് കൂടുതലും ഇതിലോട്ട് എല്ലാവരും നോക്കുന്നു സീരിയലോട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയൊരാളിനെ പറയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇതാക്കുമല്ലോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ അത് ഇങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ താല്പര്യമില്ല, ഞാൻ പറഞ്ഞപ്പോഴേ പുള്ളിക്കാരൻ താല്പര്യമില്ല, പുള്ളിക്കാരൻ വേറെ ആളിനെയൊക്കെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചോദിച്ചു പോയി, നമുക്ക് ഷേഖ് ഫൈസിൻ്റെ കാര്യം എന്തായി ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇല്ലടാ ഞാൻ അത് ചോദിച്ചില്ല, പുള്ളിക്കാരെ അമ്മയെന്ന് കാണുമ്പോൾ ഒന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞു. പുള്ളിക്കാരൻ പിന്നെ അതിൽ വലിയ ഇൻട്രസ്റ്റ് കൊടുത്തില്ല കേട്ടോ, വലിയ ഇൻട്രസ്റ്റ് ഒന്നും കൊടുത്തില്ല. കാരണം പുള്ളിക്കാരന് വേറെ ക്യാരക്ടറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ അതിലൂടെ പിന്നെ ഞാൻ ചോദിക്കേണ്ട പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടും. അപ്പോൾ എനിക്ക് മനസ്സിലായി നടക്കൂല, എനിക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഇവരെ ഷൂട്ടിങ്ങൊക്കെ അടുത്ത് ഇത് ഷെഡ്യൂളെല്ലാം ഇതായി കഴിഞ്ഞാൽ ഇവർ ഷൂട്ടിങ്ങൊക്കെ വേറെ സ്ഥലത്ത് വെച്ചാണ്. എനിക്ക് വീണ്ടും ഇങ്ങനെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ കയറണം, എന്നാലും ഇവിടെ കാണാൻ പറ്റൂ ഷേഖ് ഫൈസറിനെ. അങ്ങനെ ഇങ്ങനെ കുറച്ച് ദിവസത്തുള്ള ഈ കമ്പനികളെല്ലാം വെച്ച് ഈ അന്നത്തെ സൂപ്പർ ഡാൻസറാണ് പേരെനിക്ക് അത്ര പിടിയിരുന്നില്ല. ആ ഡാൻസ് പ്രോഗ്രാം ഒരു ക്യാമറാമാൻ ചേട്ടനെ ഞാൻ കമ്പനിയായി, അതിൻ്റെ ക്യാമറമാൻ. പിന്നെ ആ ചേട്ടൻ പറഞ്ഞു ഇതേപോലെ ഷൂട്ടിംഗ് സമയത്ത് നിന്നെ വിളിക്കാൻ നീ വന്നാൽ മതി, എല്ലാം ഇത് ഷേഖ് ഫൈസിൻ്റെ കാര്യമൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അവരൊക്കെ ഉണ്ട്, ഇങ്ങനെ അവർ വരും, ഇതെല്ലാം ഇങ്ങനെ എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് ആ പുള്ളിക്കാരിക്ക് ഭയങ്കര ഫാൻസുണ്ട്, കുറേ ഫാൻസുണ്ട് പുള്ളിക്കാരിക്ക്, പയ്യന്മാർ ടൈപ്പ് എന്നെ പോലത്തെ കുറേ ഫാൻസുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏതൊരു ഫാൻ എന്നാണ് ആ ചേട്ടനെ വിചാരിച്ചത് ഞാൻ. അപ്പോൾ ഫാൻ തന്നെയാണ്, സത്യത്തിൽ ഫാനാണ്. എനിക്ക് പുള്ളിക്കാരി ഒന്ന് കാണണം, അത്രയേ ഉള്ളൂ. ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഫോട്ടോ എടുക്കണം, ആ ഒരു അത്രയേ ഉള്ളതേ ഉള്ളൂ. നമുക്കിങ്ങനെ ഒരു ടി വിയിൽ കാണുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള ആളിനെ കാണുമ്പോൾ നമുക്ക് അയ്യോ നേരിട്ട് കണ്ടാൽ കൊള്ളാം എന്നൊരിതില്ലേ, ആ ഒരു സെറ്റപ്പ് ഉണ്ടോ. ഓക്കെ, അങ്ങനെ സെറ്റായി. ഇതിൻ്റെ ഷൂട്ടിംഗ് അവരെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഈ ചേട്ടൻ നമ്പറൊക്കെ തന്ന് വിളിച്ചിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഡൺ. അങ്ങനെ അതെല്ലാം സെറ്റായി ചേട്ടാ. അതെല്ലാം സെറ്റായ സമയത്താണ് ഇവിടെ സീരിയലിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. പണ്ടാരടങ്ങാൻ എന്ത് ചെയ്യാൻ, അവിടെ നിന്ന് കളഞ്ഞിട്ട് പോരാൻ പറ്റില്ല. ഞാനാണ് മറ്റേ ഒരു പേപ്പറും വെച്ചിട്ട് മറ്റേ ആക്ഷൻ കട്ടൊക്കെ കുറേ ക്യാമറയിൽ അതിൻ്റെ ഇതുണ്ടല്ലോ എഴുതുമല്ലോ, ആ ടൈമിങ്ങൊക്കെ ഞാനാണ് എഴുതാൻ നീങ്ങണത്. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ല. പിന്നെ ബാക്കി എല്ലാത്തിനും എന്നെ കിടന്ന് എന്ന് പറഞ്ഞ് വിളി ഇത് തന്നെ ഉള്ളു. അതെടുക്കാൻ പോകണം, ഇതെടുക്കാൻ പോകണം, അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, ആ ക്യാരക്ടറിനെ വിളി, ഈ ക്യാരക്ടറിനെ വിളി, അത് വിളി, ഇത് വിളി എന്ന് പറഞ്ഞ് ഞാൻ
സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ അപ്പോൾ ഇവിടെ ഈ ഷൂട്ടിംഗ് ഉണ്ട്. ആ സമയത്ത് ചേട്ടൻ പറഞ്ഞു, എടാ നാളെയാണ് ഷൂട്ടിങ്, നീ വാന്ന് പറഞ്ഞു. അങ്ങനെ പോകാൻ പറ്റില്ല. പിറ്റേ ദിവസം ഷൂട്ടിങ്, അതിനും പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഷൂട്ടിങ്, അതിനും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇവരെ ഡാൻസ് പ്രോഗ്രാമിനൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ ഈ സീരിയലിൻ്റെ ഷൂട്ട് ഫുൾ ഇതിലോട്ട് ആയിപ്പോയി. എനിക്കതിലൊന്നൊരു ലീവ് കിട്ടാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പിന്നെ അങ്ങനെ ഒരാഴ്ച ഏതാണ്ട് ആ സീരിയലിൻ്റെ ബാക്കിൽ നിന്നായിരുന്നു. അങ്ങനെ പോയി മടുത്ത്, സീരിയൽ വർക്ക് മടുത്ത്. എനിക്കിത് എങ്ങനെയെങ്കിലും നിർത്തിയിട്ട് പോയാൽ പിന്നെ ഷാഹ ഫൈസറൊക്കെ പോയി കേട്ടോ. കാരണം ഒരാഴ്ച സീരിയലിൻ്റെ കൂടെ നിന്നതോടെ തന്നെ ഞാൻ വെറുത്ത് മതിയായി. ഷാഹ ഫൈസറും ഇല്ല, സീരിയലും ഇല്ല, ചിത്ര സ്റ്റുഡിയോ ഇല്ല, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വിട്ടാൽ മതി. ആ ഒരു കണ്ടീഷനിലായി അവസാനം. അങ്ങനെ ഇരുന്ന് ഒരാഴ്ചയൊക്കെ അടിച്ചു പിടിച്ച് നിന്ന് അതിൻ്റെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ബുധനാഴ്ച ഏതെന്നറിയത്തില്ല വീട്ടിൽ വന്ന് ഒരു ബ്രേക്ക് എടുത്ത് നമുക്കന്ന് നിർത്തി ഷൂട്ടിങ് തീർന്ന്. അപ്പോൾ അതൊരു പൈലറ്റ് ഷൂട്ടായിരുന്നു. അത്രയും കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം അടുത്ത ഷൂട്ടിംഗ് സമയമായപ്പോൾ പിന്നെ ഷെഹ ഫൈസറിൻ്റെ ഓർമ്മയില്ല, ഒന്നുമില്ല. ആകപ്പാടെ ഒരു കിളി പോയ മൈൻഡായിരുന്നു. പിന്നെ എന്താ പറയുക, അടുത്ത ഒരാഴ്ച ഇതൊക്കെ അടുത്ത ഷൂട്ടിങ്ങിനൊക്കെ വിളി വന്നു. ആര്? ഞാൻ പോയൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് വലിഞ്ഞ്. അതിന് ശേഷം പിന്നെ ആ ഏരിയയിലേ പോയിട്ടില്ല. അങ്ങനെ ഷെഹ ഫൈസറിനെ കാണാൻ പറ്റിയില്ല, ആരെയും കാണാൻ പറ്റില്ല. അങ്ങനെ ആ ഒരു ആഗ്രഹം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനത്തെ ഒരു സംഭവം.